പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട് കുറച്ച് സാങ്കേതികമായ പ്രശ്നങ്ങൾ കാരണം ചെറിയൊരു ഗ്യാപ്പ് വന്നു. നമ്മൾ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പോകാനായിട്ട് നമ്മൾ എല്ലാവരും ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ ആ വീഡിയോ കാണുന്നതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക. നമുക്ക് ഈ കണ്ടന്റ് ആക്ച്വലി കുറച്ചൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കാണുന്ന കണ്ടന്റ് ആണെന്ന് അറിയാം. എങ്കിൽ പോലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് ഈ ഒരു കണ്ടന്റ് എത്തിക്കുക, മാക്സിമം റീച്ച് കിട്ടുക. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോ നമുക്ക് തുടങ്ങാം. ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് ഒരു 5.1 ആംപ്ലിഫയർ ആയിട്ടാണ്. 5.1 ആംപ്ലിഫയർ നമ്മളൊരു റിമോട്ട് കിറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു റിമോട്ട് കിറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. ആക്ച്വലി നമ്മളൊരു കസ്റ്റമറുടെ താല്പര്യപ്രകാരം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അവർ ഇങ്ങനത്തെ ഒരു സ്പെക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡിസൈനിങ് ആണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു മാറ്റ് ഫിനിഷും അതുപോലെ തന്നെ ഒരു ഗ്ലോസി ഫിനിഷിലുള്ള രണ്ട് ടൈപ്പ് ഡ്യുവൽ ടോണിലുള്ള ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ട് നോബ് നമ്മൾ ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആ രണ്ട് നോബിൽ ഒരെണ്ണം ഡമ്മിയാണ്, നമുക്ക് സബിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ എല്ലാ കൺട്രോളും ഒറ്റ ഇതിലേക്ക് എന്നുള്ള ലെവലിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ നല്ലൊരു ബ്ലൂടൂത്ത് പാനൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ബ്ലൂടൂത്ത് പാനലിന്റെ ആ ഒരു USB സോക്കറ്റ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാം, ഒരു പവർ സ്വിച്ച് നമുക്ക് കാണാം. അപ്പൊ ഇത്രയൊക്കെയാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ. ഒരു ഹൈലി ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല, എങ്കിൽ പോലും അത്യാവശ്യം അതിന്റെ ഒരു ബ്രാൻഡഡ് ലുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക് വ്യൂയിലേക്ക് പോവാം. ഇതിന്റെ ബാക്ക് പാനൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഒരു മിനിമൽ ഡിസൈനിങ്ങിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഇതാണ്. ഈ ക്യാബിനിൽ നമ്മൾ സെപ്പറേറ്റ് അക്രിലിക് പാനലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ ക്യാബിന്റെ ഫെസിലിറ്റീസ് തന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും വരുന്നത് ഇതിൽ ഓക്സ് ഇൻപുട്ടാണ്. നമുക്ക് ഇതിന്റെ അകത്ത് ഓക്സ് 1, ഓക്സ് 2, ഓക്സ് 3 എന്നുള്ള രീതിയിലുള്ള ഇൻപുട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 5 DVD ഇൻപുട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്യുന്ന കാലമാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇപ്പൊ നമുക്കൊരു ടിവിന്നോ അങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് 5.1 ഇൻപുട്ട് നമുക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പൊ ശരിക്കും കുറവാണ്. അതുപോലെ DVD യൂസ് കുറവാണ്. പക്ഷെ ഓഡിയോ റഷ് പോലെയുള്ള ഡിജിറ്റൽ കൺവേർട്ടറുകളുടെ കാലമാണ് ഇപ്പോൾ. അപ്പൊ അത്തരം ഡിവൈസസ് യൂസ് ചെയ്ത് അതിന്റെ 5.1 ഡിജിറ്റൽ 5.1 ഔട്ട്പുട്ടിനെ നമുക്ക് സുഖമായിട്ട് ഇതിലേക്ക് കൊടുക്കാം. അപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഒരു MI ബോക്സിന്നോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടിവിയിൽ നിന്നോ വരുന്ന ഒപ്റ്റിക്കൽ ഇൻപുട്ടിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഡിക്കോഡറിന്റെ സഹായത്തിൽ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ 5.1 ഇൻപുട്ട് വഴി നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ വരുന്നത് അതിനു വേണ്ടി തന്നെയാണ് പർപ്പസ്ഫുള്ളി ഈ ഒരു ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു സ്പീക്കർ സോക്കറ്റുകൾ ഒരുവിധം ക്വാളിറ്റിയുള്ള സ്പീക്കർ സോക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് സെന്റർ FRFL, അതുപോലെ തന്നെ നമ്മൾ റിയറിനും റിയർ ലെഫ്റ്റ് റിയർ റൈറ്റ് അങ്ങനെയുള്ള ആ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സബ് വൂഫറിന് നമ്മൾ സെപ്പറേറ്റ് ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്യൂസ് കാണാം നിങ്ങൾക്ക് ഇവിടെ. അതേപോലെ തന്നെ ഒരു പവർ കോഡ് നമ്മൾ സോക്കറ്റ് ടൈപ്പ് അല്ല ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത്, ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ്. കാരണം ഇങ്ങനെയുള്ള ഇപ്പൊ സെപ്പറേറ്റ് ഒരു പാനലൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ അതൊക്കെ എക്സ്ട്രാ കോസ്റ്റ് ആക്ച്വലി കൂട്ടുന്ന കാരണമാണ് നമ്മളിത് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, പരമാവധി കുറയ്ക്കാവുന്ന സ്ഥലത്ത് ഇതിന്റെ ബഡ്ജറ്റഡ് സെഗ്മെന്റിൽ ചെയ്തെടുത്തിട്ടുള്ള അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു 5.1 ആണ്. അപ്പൊ നമുക്കിനി ഉള്ളിലത്തെ വിശേഷം. ഉള്ളിലത്തെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ എല്ലാ വീഡിയോയിലും തുടങ്ങുന്ന പോലെ തന്നെ അതിന്റെ ട്രാൻസ്ഫോമറിലേക്ക് വരാം. ട്രാൻസ്ഫോമർ നല്ല ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫോമർ ആണ്. ഏകദേശം 12.012 8 ആംപിയറും 27.027 6 ആംപിയറും വരുന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ ട്രാൻസ്ഫോമർ ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ റിമോട്ട് കിറ്റിന് വേണ്ടി ഒരു 3 ആംപിയറിന്റെ പവർ സപ്ലൈ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഫാനിനൊക്കെ വേണ്ടിയിട്ട് വേറെ സപ്ലൈ, ലൈറ്റിന്റെ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് വേറെ പവർ സപ്ലൈകൾ. അത്രയും ഒരു ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫോമർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അതിന്റെ ആ ഒരു അതിന്റെ കോർ ഏരിയയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇതിലെ പവർ സപ്ലൈ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ ബോർഡിലാണ് എല്ലാ പവർ സപ്ലൈസും ചെയ്തെടുത്തിട്ടുള്ളത്. പവർ സപ്ലൈ നമ്മളിപ്പോൾ 4700 4 കപ്പാസിറ്റർ 50 വോൾട്ടിന് 4 കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുള്ള ഒരു BR1010 പവർ സപ്ലൈ യൂസ് ചെയ്ത് ഡയോഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു 27.027 വേണ്ടിയിട്ടും, അതേപോലെ തന്നെ 12.012 വേണ്ടി ഒരു BR1010 തന്നെ 10 ആംപിയറിന്റെ ഡയോഡാണ് യൂസ് ചെയ്തിട്ട് 4700 ഒരു 6 കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുള്ള ഒരു കപ്പാസിറ്റർ ബാങ്ക് യൂസ് ചെയ്തിട്ടുള്ള പവർ സപ്ലൈ 12.012 വേണ്ടും. പിന്നെ ഫാനിന് അല്ലെങ്കിൽ അതുപോലെ തന്നെ റിമോട്ട് കിറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് പവർ സപ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നതിൽ എല്ലാം ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ നമ്മളൊരു ബക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ബക്ക് ആക്ച്വലി നമ്മൾ 12 വോൾട്ട് സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ബക്ക് കൺവേർട്ടർ വഴി നമ്മൾ നേരെ റിമോട്ട് കിറ്റിലേക്ക്, ഫ്യൂടെക്കിന്റെ റിമോട്ട് കിറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഡിടെക്കിന് വരെ ഫ്യൂടെക്കിന്റെ റിമോട്ട് കിറ്റാണ്.
അതിലേക്ക് നമ്മൾ കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ നമ്മളൊരു ഈ പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് റെഗുലേറ്റർ ഐസി വഴിയാണ് നമ്മൾ ഈ ഫാനിനും ലൈറ്റിനൊക്കെ പോയിരിക്കണേ. അതേപോലെ തന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആംപ്ലിഫയറിന്റെ ബോർഡ് എന്ന് പറയുന്നത് TDA7265 എന്നുള്ള IC ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. TDA7265 അത്യാവശ്യം നിങ്ങൾക്കറിയാം നല്ല ഓഡിയോ ക്ലാരിറ്റി വരുന്ന IC ആണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ചാനലുകൾക്ക് ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, അതുപോലെ തന്നെ ലെഫ്റ്റ്, റിയർ റൈറ്റ് ഇങ്ങനെയുള്ള ചാനലുകൾക്ക് 25 വാട്ട്സ് വെച്ചിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ സെന്റർ ആക്ച്വലി ഇതിന്റെ ബ്രിഡ്ജ് മോഡിൽ നമ്മൾ 50 വാട്ട്സ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ സെന്റർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് 8 ohms സ്പീക്കർ യൂസ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ. ബാക്കിയുള്ളതിന് 4 ohmസിലാണ് 25 വാട്ട്സ് നമുക്ക് കിട്ടുക. പിന്നെ സബിന് നമ്മൾ മോസ്ഫെറ്റ് ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 മോസ്ഫെറ്റ് വരുന്ന രീതിയിലുള്ള ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 100 വാട്ട്സ് കിട്ടുന്ന രീതിയിൽ ഒരു 10 ഇഞ്ചിന്റെ സബൊക്കെ സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇതിലിപ്പോൾ 12 ഇഞ്ച് കൊടുത്താലും സുഖമായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ 10 ഇഞ്ചിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സബ് എന്ന് പറയുന്നത് സീറ്റോണ്ട 15 ഇഞ്ച് സബിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അത് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ സ്പീക്കർ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷൻ ആക്ച്വലി 5 ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ D-Tech ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. D-Tech നമുക്ക് തെറ്റില്ലാത്ത റിസൾട്ട് നമുക്ക് തരുന്നതുകൊണ്ടാണ് അത് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഇൻപുട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല രീതിയിലുള്ള RC സോക്കറ്റ് വെച്ചിട്ട് നമ്മൾ അതിലേക്കാണ് വയർ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേ വരുന്നു. അതേപോലെ തന്നെ പെഗാരിയുടെ ബ്ലൂടൂത്ത് ബോർഡാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ലൈറ്റഡ് ആയിട്ടുള്ള ബാക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മളിൽ കൊടുത്തിട്ടുണ്ട്. എൻകോഡറിനും അതുപോലെ തന്നെ സെപ്പറേറ്റ് വോളിയം കൺട്രോളിന്റെ ഇതിനും വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വീട്ടിലേക്ക് നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ സംഭവം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ആംപ്ലിഫയറുകൾ നമുക്ക് തുടർന്ന് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടർന്നും അടുത്ത വീഡിയോയിൽ കാണാം. ഇനി നിങ്ങൾക്ക് ഇതിന്റെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ വർക്കിംഗ് വീഡിയോ കൂടെ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. To the B side.